കയ്യിലെ ചരട് മുറിക്കാനും നെറ്റിയിലെ കുറി മായ്ക്കാനും നീയൊക്കെ ആരാടാന്ന് ചോദിക്കുന്ന മുരളി ഗോപിയുടെ ഒരു ഡയലോഗ് ഇപ്പം വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതി റിലീസാകുന്ന അനന്തൻകാട് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗാണത്. ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ട്രെയിലർ പുറത്തിറങ്ങി, ഗ്ലിംസ് വീഡിയോയും പുറത്തിറങ്ങി. ആ വീഡിയോയിലാണ് ഇത്തരത്തിലുള്ളൊരു സീനുള്ളത്. തൊട്ട് മുമ്പിലുള്ളത് ഒരു കോളേജ് അന്തരീക്ഷത്തിൽ SFI ആണ് എന്ന് തോന്നിപ്പിക്കുന്ന കുറേയധികം പിള്ളേരാണ്. അവരോടാണ് ഇത് ചോദിക്കുന്നത്, ഒരു കുട്ടിയെയൊക്കെ കാണിച്ചുകൊണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ SFIയുടെ ഒരു സമഗ്രാധിപത്യം, ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയുന്ന പോലെ കോളേജ് ക്യാമ്പസുകളിൽ SFIയുടെ ഹെജിമണിയാണ് എന്നൊക്കെ വിമർശനങ്ങൾ പ്രമുഖരായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, സംഘടനകൾ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കണ്ടപ്പം എന്ത് തോന്നി, ഇതെങ്ങനെയായിരിക്കും ഈ സിനിമ എന്നിപ്പോൾ ഇപ്പം തന്നെ ചർച്ച ചെയ്യും. കാരണം മുരളി ഗോപിയുടെ പഴയ പല സിനിമകളും വലിയ വിവാദമായിട്ടുണ്ട്. RSSനെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ കാണിക്കാൻ ധൈര്യം കാണിച്ചുള്ള ഒരാളാണ് മുരളി ഗോപി. ഇതിൻ്റെ ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്ന സിനിമയിലൂടെ. അല്ല, ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് മുരളി ഗോപിയുടെ അല്ല, യഥാർത്ഥത്തിൽ ഗോകുലത്തിൻ്റെയും മുരളി ഗോപിയുടെ ആയിരിക്കാൻ സാധ്യതയില്ല, പക്ഷെ അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം ഈ ഗ്ലിംസ് വീഡിയോ പുറത്തേക്ക് വിടുമ്പോൾ തന്നെ ഇത് മനഃപൂർവ്വമായി അവർ ബോധപൂർവം കൃത്യമായി അത് കട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ടതാണ്. അപ്പോൾ അത് കേരള സമൂഹത്തിൽ ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുമെന്നും അതിൽ ഇനി എന്തായിരിക്കും അതിൻ്റെ മുൻപുള്ള ഭാഗവും പിൻഭാഗവും എന്നൊക്കെ കാണാനുള്ളൊരു താല്പര്യം ആളുകൾക്ക് ഉണ്ടാവുമെന്നും ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. പ്രത്യേകിച്ചും അനന്തൻകാട് എന്ന് പറയുന്ന ആ സിനിമ, ഇപ്പം ഞാൻ നേരത്തെ തന്നെ കേട്ടതാണ്, നമ്മുടെ അഞ്ജലി നായരൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ഇപ്പോൾ ആര്യയാണ് പുതിയ നായകനായിട്ട് വരുന്നത്. അപ്പോൾ ആര്യയുടെ സിനിമകൾക്ക് സാധാരണ കേരളത്തിൽ അങ്ങനെ ഒരു വലിയ ഹൈപ്പൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. സിനിമ കാണുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും ഇത് കാണേണ്ടി വരിക എന്നുള്ളത് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഗൗതം പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഈ ശക്തമായി വിയോജിപ്പാണുള്ളത്. SFI ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കലാലയത്തിൽ ചരട് കെട്ടി വരുന്നവരുടെയും കുറി മായ്ച്ചിട്ട് കളയുന്ന പരിപാടിയൊന്നും ഇതേവരെ ചെയ്തിട്ടില്ല. അതൊക്കെ സമഗ്രാധിപത്യമാണെന്നൊക്കെ വേണമെങ്കിൽ ഒരു ഡയലോഗ് വിടാം. ആ ആധിപത്യമുള്ളത് ആളുകളായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ വോട്ട് ചെയ്തിട്ടാണ്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ അത് അക്രമാസക്തമാകാറുണ്ട് എന്നുള്ളതൊക്കെ സാധ്യതകളൊക്കെ അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും തന്നെ അവർക്ക് വലിയ ആധിപത്യമുള്ളത് ആളുകളുടെ വോട്ട് മേടിച്ചിട്ടാണ്. ആ വോട്ട് കിട്ടുന്നത് ഭയം കൊണ്ടാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് കലാലയത്തിൽ വളരെ സ്ട്രോങ് ആയി ഇടപെടുന്നതുകൊണ്ടാണ്. അപ്പോൾ അതല്ലാതെ ഇതിൻ്റെ പിന്നിൽ ഇപ്പം ഇത് പ്രചരിക്കാനുള്ള കാരണം രാഷ്ട്രീയമായിട്ട് ചിലർക്ക് ഗുണങ്ങളുണ്ട്, ചിലർക്ക് ഗുണങ്ങളില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രചരിക്കുന്നത്. പിന്നെ സിനിമയുടെ മാർക്കറ്റിങ്ങും കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ലീക്കായി പുറത്തേക്ക് ഒന്നും കൂടി പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമാണ്. നമുക്ക് ഈ നേരെ നോക്കുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടം പലപ്പോഴും ഒളിഞ്ഞു നോക്കാനാണല്ലോ. അത് പറഞ്ഞ പോലെ ലീക്കായി പുറത്ത് പണ്ട് രജനീകാന്തിൻ്റെ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം 25 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരൊറ്റ സീനുണ്ട്. യഥാർത്ഥത്തിൽ കബാലി എന്ന് പറഞ്ഞ സിനിമയിൽ ആ സീൻ മാത്രമേ ഗംഭീരമായിട്ടുള്ളൂ, പക്ഷെ അത് ലീക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1 മിനിറ്റുള്ള വീഡിയോ പുറത്തേക്ക് വിട്ടിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. പിന്നെ മുരളി ഗോപിയുടെ സിനിമകൾക്കകത്ത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അദ്ദേഹം ഒരു ബ്രോഡ് ലെഫ്റ്റായി ചിന്തിക്കുന്ന ഒരാളാണ്. ആ ലെഫ്റ്റായി തീർച്ചയായിട്ടും അദ്ദേഹം ലെഫ്റ്റാണ്. പക്ഷേ ലെഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടികളുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കുറേ കൂടി ശക്തമായിട്ട് അവതരിപ്പിക്കപ്പെടാറുണ്ട് എന്നുള്ളതൊക്കെ തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ആളുകളെയൊക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം സിനിമയിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിപ്പം അറിയാം. തിരുവനന്തപുരം പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ കഥ ഒരുങ്ങുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രവും ആ ലാംഗ്വേജിലാണ്, സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പലരും പറയുന്ന അഭിപ്രായങ്ങൾ, താങ്കൾ പറഞ്ഞു SFI അങ്ങനെയൊന്നും ചെയ്യാറില്ല, പക്ഷെ ആ ക്യാമ്പസിൽ പഠിച്ച പല ആളുകളോടും സംസാരിക്കുകയൊക്കെ ചെയ്തു. അവർ പറഞ്ഞത് നമ്മുടെയൊക്കെ പല ആളുകളുടെയും അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇതിനു മുമ്പ് കേൾക്കാത്തൊരനുഭവം ഈ സിനിമയിലൂടെ വന്നപ്പോൾ മാത്രം ആളുകൾ ഓർത്തെടുത്തു. അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ ചരട് കെട്ടി ഒരാൾ ചെന്നാൽ ചരട് വലിച്ചെറിയുകയും കുറി മായ്ച്ചു കളയുകയൊക്കെ ചെയ്യും. ഇല്ല, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഇതിലെ കഥാപാത്രം മുരളി ഗോപിയുടെ കഥാപാത്രം പറയുന്ന ഒരു കാര്യം, അതായത് ഈ ചുമരിൽ, അവിടെ ആ മുറിയിലെ ചുമരിൽ മാവും അതോടൊപ്പം തന്നെ മാർക്സും ഏംഗൽസും പല ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഈ ആചാര്യന്മാർ പടമാകുന്നതിന് മുമ്പ് ഇവിടെ പല വിശ്വാസങ്ങളും ഉണ്ട്. അപ്പോൾ ആ വിശ്വാസങ്ങളും വേണം, നിങ്ങളുടെ ഈ ആശയം ഇവിടെ വേണം. അപ്പം ഇത് രണ്ടും കൂടി
ഒരുമിച്ച് പോയാൽ മതി എന്ന് പറയുന്ന രീതിയിലാണ് ആ ഡയലോഗ് പോകുന്നത്. അല്ല, അതിനൊക്കെ ഇപ്പോൾ വലിയ പ്രചാരം കിട്ടുമെന്നേ. സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ മുരളി ഗോപിയുടെ സിനിമ എങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം മുരളി ഗോപി ആയതുകൊണ്ട് മാത്രം ഞാനൊരു സംശയത്തിന് ആനുകൂല്യം നൽകുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ സിനിമകൾ ഇനി ഇതുപോലെയുള്ള നിരവധി സിനിമകൾ വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ കേരള സ്റ്റോറി വന്നില്ലേ, അതുപോലെയുള്ള നിരവധി സിനിമകൾ ഇനി ഇവിടെ വരും. കാരണം സിനിമകൾ ഏറ്റവും കൃത്യമായ പ്രൊപ്പഗാണ്ടക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണെന്നുള്ളത് ഇവിടെ രാഷ്ട്രീയക്കാരും കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു സമഗ്രാധിപത്യം സമഗ്രാധിപത്യം ഞാൻ SFI ഉണ്ടായ കോളേജിൽ പഠിച്ച ഒരാളാണ്. ഞാൻ SFI ഉണ്ടായ കോളേജിൽ പഠിച്ച ഒരാളാണ്. ഞാൻ താങ്കളുടെ അത്രയും എനിക്ക് അറിവില്ലെങ്കിലും ഞാൻ SFI ഉണ്ടായ കോളേജിൽ പഠിച്ചാണ്. ഏത് SFIയുടെ കാലത്താണ്? SFI വിചാരിച്ചാൽ അധ്യാപകൻ 2 കാലിൽ ക്യാമ്പസിലേക്ക് കടക്കില്ല. അതായത് ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, അവിടെയുള്ള അധ്യാപകനെ അഡിക്റ്റ് ചെയ്തു. അത് മാത്രമല്ല, ഇതല്ല, ഇങ്ങനെയുള്ള നിരവധി അധ്യാപകരെ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. സിദ്ധാർത്ഥന് എന്താണ് സംഭവിച്ചത്? അങ്ങനെയുള്ള പല വിദ്യാർത്ഥികൾക്ക് എന്താണ് സംഭവിച്ചത്? ഇടിമുറികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മറ്റ് ഇതര രാഷ്ട്രീയ പ്രവർത്തകരുണ്ടല്ലോ, അവിടെ യൂണിറ്റുള്ള പല അംഗങ്ങളും പേഴ്സണലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ SFIയുടെ തിട്ടൂരം മാത്രമേ ആ ക്യാമ്പസുകളിൽ നടക്കുള്ളൂ. പല ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ശരിയാണ്, അതിൽ കുറെ കൂടി യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ അവിടെ പോലും ഈ സംഭവങ്ങളൊന്നും ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നേ. നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ എന്തിനെയാണ് കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എന്ത് വൈകാരികതയാണ് ഇവിടെ ഉണർത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ചിലപ്പോൾ ജനത്തിനുണ്ടായില്ലെങ്കിലും എനിക്ക് ഉള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ ഈ ചരടുകൾ വെട്ടിമുറിച്ച് കളയുകയും കുറി മായ്ക്കുകയും ചെയ്യുന്നത് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? അങ്ങനൊരു സംഭവം കേരളത്തിൽ ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷെ അത് നിങ്ങൾ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, അത് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ശരിയാണ്, ഓക്കെ, സമഗ്രാധിപത്യം കൊണ്ട് വേറെ സംഘടനയെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല, ഇത്തരം കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ ഉണ്ടായിരുന്നു. ചരട് അതിനെ നമുക്ക് കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കും വ്യത്യസ്തമായി നിൽക്കുന്ന ഐഡിയോളജികൾ, ആ ഐഡിയോളജികളെ നിങ്ങൾ സഹിഷ്ണുതാപരമാണോ സ്വീകരിക്കുന്നത്, അതോ നിങ്ങൾ ആ ഐഡിയോളജിയോട് ഇൻടോളറന്റ് ആണോ എന്നുള്ളത് മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇത് ഈ ചരട് മാത്രമല്ല, ഇപ്പൊ ഹിജാബിനോടായിക്കോട്ടെ, മറ്റു കാര്യങ്ങളും ആയിക്കോട്ടെ, ഇതിന് അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല. ഞാനെങ്ങനെ കാണണമെന്ന് ഞാനാണല്ലോ തീരുമാനിക്കുന്നത്. നിങ്ങൾ അറിയേണ്ടത് ഇത് എന്തുകൊണ്ട് ഇത് വേറെ ഏതെങ്കിലും ഒരു ആശയങ്ങളോട് സഹിഷ്ണുതയില്ലാത്തവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് വ്യക്തമായിട്ട് ചരടും അതുപോലെ തന്നെ നെറ്റിയിലെ ഈ പറഞ്ഞ പോലെ ഭസ്മവും ചന്ദനവും ഒക്കെ മായ്ച്ചു കളയണം എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് കൊള്ളുകയെന്നും ആർക്കാണ് SFIയോട് വിരോധം തോന്നുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ പറയുന്ന പോലെ ഹിന്ദു സമുദായത്തിലെ വോട്ടുകൾ മഹാഭൂരിപക്ഷവും CPMന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് എങ്ങനെ അത് അടർത്തി മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു വലിയ പരീക്ഷണം ഇവിടെ നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലിപ്പോൾ ഈ സീനിൽ പോലും ഒരു വലിയ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം സിനിമ കാണാൻ പോകുന്നത് കൂടിയെന്ന് 5 ലക്ഷം പേരായിരിക്കും കേരളത്തിൽ നിന്ന് സിനിമ കാണാൻ പോകുക. പക്ഷേ ഈ സീൻ കാണാൻ പോകുന്നത് ചിലപ്പോൾ 50 ലക്ഷം പേരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അജണ്ട ഇതിലൂടെ നടപ്പിലാകും എന്നുള്ളത് കൂടി ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള വെറുതെ ഈ പറഞ്ഞ പോലെ വിഹ്വലതകൾ, ഭയവിഹ്വലതകൾ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി വേറെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ മുരളി ഗോപി എഴുതിയ സിനിമയാണ്. വലിയ അരുൺ കുമാർ അരവിന്ദാണ് സംവിധാനം ചെയ്തത്. വലിയ വിവാദമായ സിനിമയാണ്, മികച്ച സിനിമയാണ്. ഒരുപാട് ഇടത് ചേരിയിൽ നിൽക്കുന്ന ആളുകൾ ഇദ്ദേഹത്തെ RSS എന്ന് വിളിക്കാൻ തുടങ്ങിയതൊക്കെ ആ സിനിമയ്ക്ക് ശേഷമാണ്. ഈ അടുത്ത കാലത്ത് നിന്നൊക്കെ സിനിമയ്ക്ക് ശേഷം വളരെ അസഹിഷ്ണുതാപരമായിട്ടുള്ള ഒരു സമീപനമാണ് മുരളി ഗോപിയോട് സ്വീകരിച്ചത്. ഇപ്പോഴും ചില ആൾക്കാർ അത് കൊണ്ട് നടക്കുന്നുണ്ട്. അല്ല, മുരളി ഗോപിയുടെ സിനിമകൾ നമുക്ക് വേറെ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. മുരളി ഗോപി ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സിനിമ എഴുതിയത് ഏത് പശ്ചാത്തലത്തിലാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം ഈ പറയുന്ന സമൂഹത്തോട് യോജിക്കാൻ കഴിയുന്നു. സിനിമ ഗംഭീര സിനിമയാണ്. ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഞാനത് ആസ്വദിച്ച സിനിമയാണ്. പക്ഷേ ഒരു സിനിമയിലെ ആശയങ്ങളോട് മുഴുവൻ നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് വേറൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. മനസ്സിലായി? അതിൽ വില്ലനും നായകനുമായിട്ടുള്ള ആൾ പറയുന്നത്, ഞാനിവിടെ പുലർത്താൻ പോകുന്നത് എൻ്റെ കമ്മ്യൂണിസമാണ്, എൻ്റെ രീതി എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് അതിര് കലർന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ എല്ലാ സിനിമകളിലും ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ സിനിമയെ കുറ്റം പറയുന്നില്ല. കാരണം വില്ലന്മാരെ എല്ലാവരെയും കൊന്ന് ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്ന നായകന്മാരായിട്ടാണ് ഇവരെല്ലാവരും തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ അദ്ദേഹത്തിന് ഈ സിനിമയാണെങ്കിലും ടിയാനാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള ആശയങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ സിനിമ പോലെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊപ്പഗാണ്ടക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. ഇപ്പം കഴിഞ്ഞ തവണ
മറ്റേ മോഹൻലാലിന്റെ ദൃശ്യം 3 ഇറങ്ങിയപ്പോഴത്തേക്ക് അതിൽ തൊടുപുഴയിലും കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ടല്ലോ എന്നുള്ളത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒന്നും നിസ്സാരമായിട്ടാണ്. നല്ല കൃത്യമായി അത് കാശ് മേടിച്ച് അവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് അറിയാനുള്ള ബോധം എനിക്കുള്ളത് പോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രോ സംഘപരിവാർ അജണ്ടകൾക്ക് കൃത്യമായി വളരാനുള്ള ഒരു പ്രൊപ്പഗാൻഡ മെഷറിയായി കേരള സ്റ്റോറിയൊക്കെ വന്നതുപോലെ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രംഗമാണ്. ഇപ്പൊ ഈ ആ ഗ്ലിംസ് വീഡിയോ ഇപ്പൊ നമ്മൾ എന്താണ് യൂട്യൂബിൽ നോക്കുമ്പോൾ മില്യൺ കണക്കിന് ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഇപ്പൊ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അതിൽ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ആ ഡയലോഗിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ആശയവും വേണം, അതും വേണം, നമ്മുടെ വിശ്വാസവും വേണം. ഇത് രണ്ടും കൂടി ഒരു സൈഡായിട്ട് പോയാൽ മതി, അല്ലാതെ നിങ്ങൾ മാത്രം മതി ക്യാമ്പസിൽ എന്ന് പറയുന്ന പോക്കൃത്തരം, ആ പോക്കൃത്തത്തിനെതിരെയാണ് കൃത്യമായിട്ടുള്ള എന്താണ് ശബ്ദം. ഈ ചരട് കെട്ടിയ ഒരുത്തന്റെ കൈ അവിടെ വെച്ചുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ എന്താണ് മുറിക്കട ഈ ചരട് എന്ന് പറഞ്ഞിട്ട് മുരളി ഗോപിയുടെ ഡയലോഗ് ചോദിക്കുന്നത്, ഈ കഥാപാത്രം ചോദിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇത്ര വലിയ ഊറ്റം കൊള്ളാനൊന്നും ഇല്ലെന്നേ. ഈ കേരളത്തിൽ ഊറ്റം കൊള്ളാൻ സാർ ഇത് അനുഭവിച്ച ആളുകളെ ഒരാളും അനുഭവിച്ചിട്ടില്ല. അല്ല, പല ആളുകളും ഇത് ഒരാളും ഈ കേരളത്തിൽ അനുഭവിച്ചിട്ടില്ല. പല ആളുകളും പറയുന്നത് എന്താണ്, അതായത് ഒരു കോളേജിലേക്ക് എന്താണ് ഒരു വിദ്യാർത്ഥിയെ അയക്കുമ്പോൾ മാതാപിതാക്കള് ചരട് കെട്ടിയിട്ടും അല്ലെങ്കിൽ മന്ത്രം ജപിച്ചിട്ടും കുറിയൊക്കെ കിട്ടിട്ട് കുട്ടികളെ നന്നായിട്ട് വരട്ടെ എന്നുണ്ട് അയക്കും. അങ്ങനെയുള്ള ഇത് നിങ്ങൾ എന്തിന്റെ പേരിലാണ് എന്താണ് മുറിച്ച് കളയാന്നാണ് ഈ കഥാപാത്രം ചോദിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമ്പസുകളിൽ പോയതിനു ശേഷം നമുക്ക് പലതും ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം അവിടെ എങ്ങനെ സംഭവിക്കുള്ളൂ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഗൗതം അടക്കമുള്ള ആളുകളിരുന്ന് പച്ചക്കള്ളം ആടിനെ പട്ടിയാക്കുന്ന കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ പോയതിനു ശേഷം ഹിജബ് ഉപേക്ഷിച്ച എത്ര പെൺകുട്ടികളുണ്ട്? ഹിജബ് ധരിക്കുന്ന സാധാരണ രീതിയിൽ ധരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർ ക്യാമ്പസുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ SFIയുടെ സമഗ്ര ക്യാമ്പസുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ MSF പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു തവണ ഗൗതം പറഞ്ഞത് കേട്ടു. ഇനി എനിക്ക് പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാൻ, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. താങ്കൾ എന്ത് ചെയ്യുള്ളൂ, താങ്കളുടെ വിഷം തുപ്പിക്കോളൂ, എനിക്കതിന് കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഇരുന്ന് തരാം. കാരണം ഇതിന് ഭാഗഭാഗാക്കാനോ ഈ കൈകളിൽ രക്തം പുറത്താനോ ഞാനില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൈ കഴുകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ MSF പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. MSF പറയുന്ന കാര്യങ്ങളിലെല്ലാം താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിയോ ഒരാളോ ഇന്ന് വരെ ഞാൻ എൻ്റെ വായനകളിലോ എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളോ അല്ലെങ്കിൽ വ്യക്തിപരമായി ഇപ്പോൾ ഗൗതത്തോട് ആരെങ്കിലും 10 പേര് വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ആർക്കും തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. തെളിയിക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യൂ. RSS കാരനോ സംഘപരിവാറുകാരനോ അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യൂ. ഞാൻ പറയുന്നത്, ഞാൻ ഒരു മറ്റേ കോളേജിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചരട് അവർ കെട്ടിമുറിച്ച് കളഞ്ഞു. അവർ ഈ പറയുന്ന പോലെ എൻ്റെ കുറി വായിക്കാൻ ആവശ്യപ്പെട്ടു. എൻ്റെ ഹിജാബ് എന്ത് ചെയ്തു, ഊരിക്കളയണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഇത് കേട്ടിരിക്കുന്ന 10,000 ലക്ഷക്കണക്കിന് ആളുകളൊക്കെ കോളേജിൽ പഠിച്ചവരാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ആ തരത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ പലപ്പോഴും ഇപ്പോഴും കോളേജിൽ SFIകൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് SFI വൻ ഭൂരിപക്ഷത്തോടെ ഈ കഴിഞ്ഞ തവണയും ജയിച്ചിട്ടുള്ള ഒരു ക്യാമ്പസുകളാണത് ഒന്ന്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില അസഹിഷ്ണുതകൾ യൂണിവേഴ്സിറ്റി കോളേജ് പോലെയുള്ള സ്ഥലത്തും ചില ഈ പറയുന്ന പോലെ ക്രിമിനൽ സാധ്യതകളുള്ളവരെയും ഒക്കെ വളർത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ്. അത് പറഞ്ഞുകൊണ്ടൊരു ഭയം വിടർത്തുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളേജുകളായിട്ടുള്ള NITകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ദളിത് ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നത്, പഠനം നിർത്തി പോകേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ഈ ക്യാമ്പസുകളിൽ നിന്ന് ഇപ്പൊ ഈ പറയുന്ന പോലെ 10ഓളം കുട്ടികൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്? എന്താണ് ഇതൊന്നും ചർച്ച ചെയ്യാത്തത്? സാറേ, പിണറായി വിജയന്റെ മകളെ എന്തുകൊണ്ടാണ് അമൃതയിൽ അയച്ച് പഠിപ്പിച്ചത് സാസ്രായ കോളേജിൽ? പിണറായി വിജയന്റെ മകൾ അവിടെ അയച്ച് പഠിപ്പിക്കുന്നത് എന്ത് കുഴപ്പമുള്ളത്? അല്ല, അതിനെന്താ കുഴപ്പമുള്ളത്? ഞാൻ മകൻ എവിടെയാണ് പഠിച്ചത്? നരേന്ദ്രമോദി എൻറ്റയർ പൊളിറ്റിക്സ് എവിടെയാണ് പഠിച്ചത്? സാറേ, ഞാനൊരു സാർ പറഞ്ഞത് ശരിയാണ്. ഈ മക്കൾ എവിടെ പഠിപ്പിക്കണം എന്നുള്ളത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാം. പക്ഷേ ക്യാമ്പസുകൾ ഇത്തരത്തില് അവിടെ പഠിപ്പ് മുടങ്ങുന്നു, എപ്പോഴും സമരം എന്നതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കേണ്ട എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ എന്ന് ചിന്തിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഒരു പിതാവായിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് നമ്മൾ തോന്നുകയാണ്. അതുകൊണ്ടാണല്ലോ അമൃതയിൽ അടിച്ച മഹാരാജാസിൽ ഒരുപാട് എവിടെയെങ്കിലും സുഖമായിട്ട് അഡ്മിഷൻ. മഹാരാജാസിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ടോ?
അല്ല എഞ്ചിനീയറിംഗ് കോഴ്സ് ഉള്ള കോളേജില്ലേ? അല്ല എഞ്ചിനീയറിംഗ് മഹാരാജാസിലല്ല, ഞാൻ പറഞ്ഞ പല ക്യാമ്പസുകളുണ്ടല്ലോ എഞ്ചിനീയറിംഗ് കോഴ്സ് തന്നെ പഠിക്കണമെന്നില്ല. വീണ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. മഹാരാജസിൽ പോയി പഠിക്കാൻ അത് പറ്റില്ല. കാരണം ഫിലോസഫിയോ എക്കണോമിക്സോ ഒക്കെ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബികോം പഠിക്കേണ്ടി വരും, അല്ലാതെ വേറെ കോഴ്സുകൾ അവിടെ ഇല്ല. അതായത് CPM-ന്റെ വിദ്യാർത്ഥി സംഘടന SFI, ആ SFI-യിൽ എന്താണ് അവര് ഉള്ള ക്യാമ്പസുകളിലല്ല പിണറായി വിജയന്റെ മകള് പഠിച്ചത്. അത് അവർ പഠിച്ചത് അമൃത എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പസിലാണ്, ഒരു സ്വാശ്രയ പ്രൈവറ്റ് കോളേജിലാണ് എന്നുള്ളതാണ് അതിന്റെ വിരോധാഭാസം. വിരോധാഭാസം എന്താണ് ഒന്ന് പറഞ്ഞേ? വിരോധാഭാസം എന്താ ഞാൻ പറഞ്ഞല്ലോ സാറേ, ക്യാമ്പസുകളെ മാലിന്യമാക്കുന്നത്. എന്റെ ചോദ്യം ക്യാമ്പസുകളെ മാലിന്യമാക്കുന്നതിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനോടൊപ്പം ഡിസ്കസ് ചെയ്യാൻ കുഴപ്പമില്ല. എന്റെ ചോദ്യം, ഒരു കേസെങ്കിലും ഈ പറയുന്ന ഞങ്ങളുടെ ചരട് പൊളിച്ചു കളഞ്ഞു, ഞങ്ങളുടെ കുറി വായിക്കാനായിട്ട് SFI നിർബന്ധിച്ചു എന്ന് പറയുന്ന ഒരു കേസും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഈ വർഗീയതയുടെ പച്ചക്കള്ളം നിങ്ങൾ തേൻ പുരട്ടി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്ത് ബ്രാഹ്മിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നും, അതുപോലെ IIT-കളിൽ ദളിത് പിന്നോക്ക ആദിവാസി സമൂഹങ്ങളിൽ നിന്ന് അഡ്മിഷൻ കിട്ടുന്നവർക്ക് പഠനം ഉപേക്ഷിക്കാതെ നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചും, നാരായണ എന്ന് പറയുന്ന എൻട്രൻസ് കോച്ചിങ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഒരു കൊല്ലം 24ഓളം പേര് ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചും, സമ്മർദ്ദ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങൾ സംസാരിക്കുന്നില്ല. പകരം നിങ്ങൾ ചരട് മുറിച്ചതിനെ കുറിച്ച്, ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേട്ടുകൊണ്ട് ഇവിടെ പഞ്ചമുച്ചമടക്കി ഇരിക്കാനായിട്ട് എൻ്റെ പേര് രതീഷ് ചക്രവാണി എന്നാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ പേരല്ല. അതിനിപ്പോൾ എത്ര പേര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ കാര്യം അതുകൊണ്ടാണ്. പിന്നെ ഇതിവിടെ ഇപ്പോഴത്തെ പ്രൊപ്പഗാണ്ടയാണ്. ആ പ്രൊപ്പഗാണ്ടയിൽ അവർ ചിലപ്പോൾ വിജയിച്ചേക്കാം. ചരട് മുറിച്ച് കളയും എന്ന് നമ്മൾ ആ സിനിമയിൽ കാണിച്ച ആ രംഗത്തെ എടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്, മറ്റ് SFIക്ക് വിരുദ്ധമായി നിൽക്കുന്ന മറ്റ് ഐഡിയോളജികളെ നിങ്ങൾ സഹിഷ്ണുതാപരമാണോ സ്വീകരിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു പാരമ്പര്യമാണോ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളതാണ് അടിസ്ഥാന ചോദ്യം. ആ ഡയലോഗും ആ സീനൊക്കെ നമ്മളോട് ചോദിക്കുന്നത് അത് മാത്രമാണ്. അതിനെ ചരടിന്റെ ലിറ്റററി സെൻസിൽ എടുക്കേണ്ട. ആ സഹിഷ്ണുത എന്നുള്ള നിലക്കല്ല ഇത് അവതരിപ്പിക്കപ്പെട്ടത്. ഇത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പൊ തീവാറുന്ന വിഷയമാകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മതത്തിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള കുറിയും അതുപോലെ തന്നെ ചരടും അത് എന്ത് ചെയ്യുന്നു, ഞാൻ ഈ പറയുന്ന പോലെ ഒരു കോളേജ് ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള SFIക്കാർ മുറിക്കാൻ കത്രികയും പേനയുമായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ മായ്ക്കാൻ തുണിയുമായിട്ട് നിൽക്കുകയാണെന്ന് പറയുന്ന ഒരു സന്ദേശം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ നിഷ്കളങ്കമായി സഹിഷ്ണുതയില്ലാത്തവരാണ് എന്ന് പറയുന്ന വ്യാഖ്യാനം താങ്കളിപ്പോൾ കൊടുക്കുന്നത് താങ്കൾ പിടിക്കപ്പെട്ടതുകൊണ്ടാണ്. താങ്കൾ കള്ളമാണ് പറഞ്ഞത് താങ്കൾക്ക് പറയേണ്ടി വന്നു. അതായത് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് താങ്കൾ കള്ളം കൂടി പറഞ്ഞു. താങ്കൾ അത് എടുക്കേണ്ട ലിറ്ററൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ ഐഡിയോളജികളോട് എങ്ങനെയാണ് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, സാറ് തന്നെ നേരത്തെ അംഗീകരിച്ചു പല രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ, മോശപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ കേരളത്തിൽ മഹാരാജാസ് കോളേജിൽ SFI വരുന്നതിന് മുമ്പ് അവിടെ KSUവിന്റെ ആധിപത്യമായിരുന്നു. ഈ KSUവിന്റെ ആധിപത്യമുള്ളപ്പോൾ നിരവധി ആളുകൾ, അന്ന് SFIയുടെ പ്രവർത്തകരടക്കം നിരവധി പേര് തല്ലുകൊണ്ടിട്ടുണ്ട്. ഈ ഇവിടെ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായി വരുമ്പോഴും നിരവധി ആളുകളുടെ തല്ലവർ കൊണ്ടിട്ടുണ്ട്, പോലീസിന്റെ മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഏറ്റുകൊണ്ട് തന്നെയാണ് അവരും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ പോലെ അവർ ക്യാമ്പസുകളിലേക്ക് പടർന്നു കയറിയിട്ടുള്ളത്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. എൻ്റെ ചോദ്യം, മതപരമായിട്ടുള്ള ഒരു ചിഹ്നങ്ങളെ മാറ്റാൻ വേണ്ടി SFIയോ CPMോ ഏതെങ്കിലും ഒരു സംഘടനയോ ശ്രമിച്ചു എന്നുള്ള നിലക്കുള്ള ഒരു ക്ലിപ്പ് അത് വ്യാപകമാകുന്നതിന് പിന്നിലുള്ള ദുഷ്ടലാക്ക് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി കേരളത്തിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ MSFകാർക്ക് അത് പറയാം. കാരണം MSFകാർ എന്ത് ചെയ്യണം, ഇവരെ രാഷ്ട്രീയമായിട്ട് സമുദായത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കണം. അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പല പരിപാടികളും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നടന്നതാണ്. അത് എനിക്ക് യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശമില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിൽ പോകുമ്പം അവരെ നമ്മൾ SFI ആയി മാറുക, അല്ലെങ്കിൽ നമ്മൾ SFI ആകണം, നിർബന്ധിച്ച് മെമ്പർഷിപ്പ് എടുക്കുക, ഇത്തരത്തിലുള്ള ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാതെ തന്നെ അങ്ങനെ ഒരു സ്പേസിൽ വരുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അവസ്ഥ ആളുകൾ വന്നിട്ട് കമന്റ് എഴുതട്ടെ, എത്രയോ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിർബന്ധപൂർവം ഉപേക്ഷിക്കുന്നതും, അല്ലെങ്കിൽ ഒരാൾ ഭീഷണിപ്പെടുത്തി നമ്മൾ ഉപേക്ഷിക്കുന്നതും, നമ്മളുടെ ചരട് ഒരാൾ വന്ന് കൈ കെട്ടിയേക്കണ ചരട് മുറിച്ച് കളയുന്നതും, നമ്മുടെ നെറ്റിയിൽ ഈ പറഞ്ഞ പോലെ ചന്ദനം ഒരാൾ മായ്ക്കുന്നതും, നമ്മുടെ തലയിലിട്ടുള്ള ഹിജാബ് ഒരാൾ എടുത്തു കളയുന്നതും. എന്താ സംഭവിച്ചത്? പറയട്ടെ. താങ്കൾ ചാടല്ലേ, താങ്കൾ എക്സ്പോസ്ഡ് ആവും. ഇതിൽ താങ്കൾ സംസാരിക്കാൻ അനുവദിച്ച് എക്സ്പോസ്ഡ് ആവും. പക്ഷെ താങ്കൾക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല, കാരണം താങ്കൾ എക്സ്പോസ്ഡ് ആകേണ്ട ഒരാളാണ്. ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ അങ്ങനെ താങ്കളെ ഈ പറയുന്ന പോലെ ഒരു സംഭവം പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ
അത്തരത്തിലുള്ളൊരു പ്രചരണം ഈ 2026 തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിന്ന് VPP മുസ്തഫ മുതലുള്ള നിരവധി ആളുകൾ ഏൽക്കേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇവർ നമ്മുടെ വിശ്വാസങ്ങൾക്കെല്ലാം എതിരാണ് എന്ന് പറയുന്ന ഒരു പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അത് ലീഗും ആരംഭിച്ചിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമി ആരംഭിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരും ആരംഭിച്ചിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കൂ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കൂ, നിങ്ങൾ എന്ത് ചെയ്യും, സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്ന പ്രചരണം വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയുള്ളൂ. ഞാനത് എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, അല്ലാതെ അത് താങ്കൾ സഹിഷ്ണുതയില്ലാത്തൊരു കാര്യമായി മാത്രം എടുക്കണമെന്ന് പറയരുത്. ഗൗതം പോലും ഇപ്പോഴിരുന്ന് പറഞ്ഞ 3 കള്ളങ്ങളിലൊന്ന് ഹിജാബ് മാറ്റണമെന്ന് SFI ആവശ്യപ്പെടും. ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്, അവരൊരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ ആ ക്യാമ്പസിലുള്ള ആശയങ്ങളും ആശയധാരകളും SFIയുടെ പ്രചരണവും ഒക്കെ അവരെ സ്വാധീനിച്ചത് വഴി അവരതിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് കുഴപ്പമൊന്നുമുള്ളത് അത് ഓരോ മനുഷ്യന്റെ ഇവോൾവിംഗ് ആണ്, തിരിച്ചറിവുകളാണ്. കുറെ കഴിയുമ്പോൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ മറ്റേ ഉമർ ഫൈസി മുക്കം വന്നിട്ട് എന്താണ് മറ്റേ തട്ടമിടാത്ത പോലെ ഒരുമ്പട്ടോളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഒരു വനിത എന്ത് ചെയ്തില്ല, തട്ടം ഉപേക്ഷിച്ചില്ലേ. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തിരിച്ചറിവുകളാണ്. ഞാൻ ഇതിൽ പറഞ്ഞ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളത് പ്രേക്ഷകർക്കും മനസ്സിലായി, താങ്കൾക്കും മനസ്സിലായി. SFI ഹിജാബ് ഉപേക്ഷിപ്പിക്കാൻ ഒഴിവാക്കാൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പം മറ്റ് രീതിയിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രേരണകൾ ഉണ്ടാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പല ആളുകളും ആ അനുഭവം പങ്കുവെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഞാൻ ഒരു കാര്യം സാറെടുത്ത് ചോദിക്കാം. ക്യാമ്പസുകളിൽ, നമ്മളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയുന്ന പോലെ, ഹെഗിമണി എന്നൊക്കെ പറയുന്ന പോലെ SFIയുടെ ഒരു ഹെഗിമണിയാണോ? ക്യാമ്പസുകളിൽ ഒരിക്കലും എനിക്ക് തന്നെ തോന്നിയിട്ടില്ല. ഞാൻ ഈ കേരളത്തിൽ യാത്ര ചെയ്യാത്തൊരു ക്യാമ്പസുകളും ഇല്ല. ഞാൻ ഏതാണ്ട് യാത്ര ചെയ്യാത്ത ക്യാമ്പസുകളില്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു 50 ക്യാമ്പസുകളിലെങ്കിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ 50 ക്യാമ്പസുകളിൽ വളരെ ചുരുക്കം ചില ക്യാമ്പസുകൾ, അത് ഞാൻ തുറന്നു പറഞ്ഞല്ലോ, എനിക്കൊന്നും മറച്ചു പിടിക്കാറില്ല, എനിക്കൊരാളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ശരിയാണ്, അവിടെ ചില മോശപ്പെട്ട പ്രവണതകളുണ്ട്. കാരണം വേറൊരു സംഘടനയെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ അവരോട് ശത്രുതാപരമായി ഇടപെടുന്ന കാര്യങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ട്. ചെണ്ടുന്നേ. അതിൽ പക്ഷെ വേറെ കാര്യം, അതിൽ മതമൊന്നുമില്ല. അതിൽ KSU അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളെയോ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത കാര്യങ്ങളുണ്ട്. അത് നേരത്തെ ഈ മഹാരാജാസ് കോളേജിൽ KSU പ്രബലമായിരുന്ന സമയത്ത് SFIക്കെതിരെയും അത്തരത്തിലുണ്ടായിരുന്നു. പിന്നീട് അടിച്ചടിച്ച് നിന്നാണ് SFI ഒക്കെ എന്ത് ചെയ്തത്, മുന്നോട്ട് വന്നത്. ഇതൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമായി അവതരിപ്പിക്കുന്നതിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം, മതപരമായ ചിഹ്നങ്ങളെ മാറ്റാനായിട്ട് SFI പറഞ്ഞു എന്ന് പറയുന്ന വ്യാജ പ്രചരണം നിങ്ങൾ എന്ത് ചെയ്യരുത്. ആ പ്രചരണമാണ് ഈ ക്ലിപ്പിങ്ങിലൂടെ പുറത്തേക്ക്. SFI ക്യാമ്പസുകളിൽ നടത്തുന്ന സമരത്തിന് ഒപ്പം ഇല്ല എന്നൊരു വിദ്യാർത്ഥി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയോട് എങ്ങനെ പെരുമാറുക? അത്തരത്തില് ദുരിതം അനുഭവിച്ച പെൺകുട്ടികൾ ഉണ്ടെന്നേ. ഞാൻ ആ പെൺകുട്ടികളായിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടികളെ വേണമെങ്കിൽ കൊണ്ടുവരാം. കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ എടുത്ത് ഞാൻ വേണമെങ്കിൽ ഒരു 15 പേരെ കൊണ്ടുവരാം. താങ്കൾ ഒരാളല്ലേ പറഞ്ഞു, ഞാൻ 15 പേരെ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞുതരാം, ഞാൻ 15 പേരെ. താങ്കൾ ചാടല്ലേ, താങ്കൾ ക്ഷമയോടെ കേൾക്കും. സഹിഷ്ണുത താങ്കൾ കാണിക്കും. ആദ്യം പറഞ്ഞോളൂ, താങ്കൾ സഹിഷ്ണുത കാണിക്കും. ഞാൻ വേണമെങ്കിൽ KSU സമരം നടത്തുമ്പോൾ അവിടെ ഇറങ്ങാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നിർബന്ധിച്ചിറക്കിയ 15 പേരെ ഞാൻ കൊണ്ടുവരാം. എന്റെ പ്രായമുള്ളവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും അവിടെ KSUക്കാർ സമരം ചെയ്യുമ്പോൾ അവിടെ ആരെങ്കിലും 3 പേരോ 4 പേരോ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ അവർ ആദ്യം എന്നെ സ്നേഹത്തോടെ പറയും. അത് കഴിഞ്ഞ് നിർബന്ധിച്ച് പുറത്തിറക്കുകയും ഏറ്റവും ഒടുവിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് അധ്യാപകർ ക്ലാസ് ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട്. കാരണം ഞാൻ പഠിച്ച ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലാണ്. അപ്പൊ അങ്ങനെയുള്ള നിരവധി കോളേജുകൾ. ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു തിയറിയിൽ ചിന്തിക്കുകയാണെങ്കിലേ, ഈ മർദ്ദിത സംഘടനകൾ യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിൽ, നമ്മളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആരൊക്കെയാണ് ചൂഷണം ചെയ്യപ്പെടുന്ന? എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും അവരവർക്ക് വലിയ മേൽക്കൈയുള്ള ക്യാമ്പസുകളിൽ ഇതുപോലെയുള്ള പോക്രിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അല്ലാതെ ഒരാളൊറ്റക്കിരുന്ന് വിയോജിക്കണമെങ്കിൽ അവരെക്കാട് വിയോജിച്ചോട്ടെ എന്ന് പറഞ്ഞൊന്നും കാണിക്കാറില്ല. ഈ ബാബുരാജൊക്കെ പഠിച്ചിരുന്ന മഹാരാജാസ് കോളേജിൽ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ബാബുരാജ് ഒരു കൊലക്കേസ് പ്രതിയായി ജയിലിൽ പോകേണ്ടി വന്നു. എന്താ കാര്യം താങ്കളൊന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒരു ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ ഈ 17 വയസ്സിനും 22 വയസ്സിനോടൊക്കെ പണ്ട് പ്രീ ഡിഗ്രി 15 വയസ്സിനും 22 വയസ്സിനോടൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊന്നും പർവ്വതീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രിയപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാത്തൊരു കാര്യം, 5 കൊല്ലം 6 കൊല്ലം കഷ്ടപ്പെട്ട് എൻട്രൻസ് കോച്ചിങ് എഴുതി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളേജുകൾ, ഗവൺമെന്റിന്റെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നവർ പോലും പഠിത്തം നിർത്തി പോകുന്നുണ്ട് സുഹൃത്തെ. അത് നമുക്ക് പ്രശ്നമല്ല. അത് അവരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് പ്രശ്നമല്ല. നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ ചെയ്ത പ്രശ്നമല്ല. പകരം എന്ത് ചെയ്തു, ഇല്ലാത്ത ചരട് SFI മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്.
എന്തായാലും ക്യാമ്പസ് ആക്രമണത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു സംഘടനയാണ് SFI എന്ന് അക്കാദമിക് വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥ് എങ്ങനെയുണ്ടായത്? സിദ്ധാർത്ഥിനോട് ചെയ്തത് എന്താ? സിദ്ധാർത്ഥിനോട് ചെയ്ത് അങ്ങേറ്റത്തെ മോശപ്പെട്ട കാര്യമാണെന്നേ, ഒരു സംശയമില്ല. അത് ഇതിനകത്ത് എന്താ ഇത്ര ഒളിച്ചു വെക്കാനുള്ളത്? പക്ഷെ അങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ. ഓക്കെ, ഒരു സിദ്ധാർത്ഥ് മാത്രമാണ് ഉണ്ടാവുന്നത്. വേണ്ട, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ സാർ, ആവർത്തിക്കപ്പെടുന്നു. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. സിദ്ധാർത്ഥിന് ശേഷം ഏതൊക്കെ ക്യാമ്പസുകളിൽ അങ്ങനെ ഒരു സിദ്ധാർത്ഥിന് മുമ്പ് ഞാൻ തിരിച്ചു താങ്കളോട് ചോദിക്കട്ടെ, ഈ മറ്റേ ഇടുക്കിയിലുണ്ടായിട്ടുള്ള കോളേജിൽ ധൻരാജ് എന്ന് പറയുന്ന ഒരു കുട്ടി കൊല്ലപ്പെട്ടില്ലേ? അപ്പൊ അത് എന്താണ് പ്രശ്നമില്ലേ? അതെന്താ നിങ്ങളെന്താ പറയാത്തത്? നിങ്ങൾ ഈ പറയുന്ന പോലെ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ സങ്കടപ്പെടുകയും മറ്റേ ധൻരാജിന്റെ കൊലപാതകത്തിൽ നമ്മൾ സങ്കടപ്പെടാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവും. അത്രയും പറഞ്ഞല്ലോ. താങ്കൾ സഹിഷ്ണുതയുടെ ആൾരൂപമാണ്. അതായത് എന്റെ ഒരു മനസ്സിലാക്കലില് നമ്മുടെ ക്യാമ്പസുകളിൽ മർദ്ദിത സംഘടനകൾ എന്ന് പറയുന്നത് മറ്റു സംഘടനകളാണ്. SFIയുടെ സമഗ്രാധിപത്യത്തിൽ മർദ്ദിക്കപ്പെടുന്ന സംഘടന. അപ്പൊ അവർക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കട്ടെ. KSUക്കും ABVPക്കും MSFനും മറ്റു അല്ല, അവർക്കാണ് കൂടുതൽ താങ്കൾ അല്ല, തെറ്റ് തന്നെയാണ്. ക്യാമ്പസുകളിൽ ആക്രമണം ഉണ്ടാവാൻ പാടില്ല. നല്ല രീതിയിൽ ക്യാമ്പസുകളും ക്ലാസ്സുകളും ഒക്കെ നടന്നു പോകണം. ഇതിനോടാണ് ഞാൻ അനുകൂലിക്കുന്നത്. അതുകൊണ്ട് ആക്രമണം ആര് നടത്തിയാലും അവർക്കെതിരാണ്. പക്ഷേ കൂടുതൽ പരിഗണന എന്ന് പറയുന്നത് ചൂഷണം ചെയ്യപ്പെടുന്ന സംഘടനകൾക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എവിടെ ചൂഷണം ചെയ്യപ്പെടുന്നു? ചൂഷണം ചെയ്യുന്ന പറയുന്നത് ഇത്തരത്തില് പല യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലൊക്കെ നിർബന്ധിച്ചിട്ട് SFIയുടെ മെമ്പർഷിപ്പ് എടുക്കണം. കുട്ടികൾക്ക് വേറെ വഴിയില്ല, അല്ലെങ്കിൽ അവിടെ സുഗമമായിട്ട് പഠിക്കാൻ പറ്റില്ല, ഒറ്റപ്പെട്ടു പോകും എന്ന കാരണത്താൽ SFIയിൽ പോകുന്ന ഒരുപാട് പേരുണ്ടെന്നേ. ഒറ്റപ്പെട്ടു പോകും. ക്യാമ്പസ് ലൈഫ് സുഖകരമാക്കണമെങ്കിൽ കൂടെ ചേർന്നേ പറ്റുള്ളൂ. ഈ ക്യാമ്പസ് മാത്രമല്ലല്ലോ, മഹാരാജസിൽ KSU ഇല്ലേ? ഈ തൊട്ടടുത്തുള്ള തേവര കോളേജിൽ KSU ഇല്ലേ? ശരി. സെന്റ് ആൽബർട്ട്സിൽ KSU ഇല്ലേ? അല്ല, നിങ്ങൾ ഒരു കോളേജ് മാത്രം പറഞ്ഞങ്ങ് നിർത്തല്ലേ. സെന്റ് ആൽബർട്ട്സിലില്ലേ? സെന്റ് പോൾസിലില്ലേ? ബ്രണ്ണൻ കോളേജിലില്ലേ? പാലക്കാട് വിക്ടോറിയ കോളേജിലില്ലേ? ഇവിടെയൊക്കെയുള്ള താങ്കൾ ഇനി വേറൊരു തമാശ കൂടി അങ്ങോട്ട് പറയാം. VD സതീശൻ പഠിച്ച കോളേജാണ് തേവര കോളേജ്. പുള്ളി KSUവും SFIയും ആയിട്ടുള്ള ആളുകളായിട്ട് പുള്ളി ഇപ്പോഴും എത്ര സൗഹൃദത്തിലാണെന്ന് പുള്ളിയിൽ വിളിച്ച് ചോദിച്ചു നോക്ക്. അന്ന് അവിടെ ആധിപത്യമുണ്ട് SFIക്ക്, പക്ഷെ അവര് വലിയ സൗഹൃദത്തിലാണ് ഇപ്പോഴും. പിന്നെ CMS കോളേജ് കോട്ടയം, ബെസേലിയസ് പൗലോസ് കോളേജ് കോട്ടയം, ഇവിടെയൊക്കെയുള്ള ആളുകൾ ഞാനുമായിട്ട് പോലും വലിയ സൗഹൃദത്തിലുള്ള ആളുകളുണ്ട്. KSUവിന്റെ ആളുകൾ അന്ന് അവർക്ക് ചിലപ്പോൾ ഇടി കിട്ടിയിട്ടുണ്ട്, ക്യാമ്പസിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ക്യാമ്പസ് ജീവിതത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ്. അല്ലാതെ സമഗ്രാധിപത്യമോ അവിടെ വർക്ക് ചെയ്യാത്ത അവസ്ഥയോ ഒന്നും ഉണ്ടായിട്ടില്ല സുഹൃത്തെ. ശരി, ഓക്കെ, അത്രേ ഉള്ളു. ശരി. ഇത് വെറുതെ നമ്മളെന്താണ് ഒരു ക്യാമ്പസിൽ എടുത്തു വെച്ചുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ എന്ത് ചെയ്യില്ല, ജനറലൈസ് ചെയ്യല്ലേ. എന്തായാലും വിശ്വാസികളും വേണം, അവിശ്വാസികളും വേണം. അതാണ് അതൊക്കെ അതെല്ലാം ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. വിശ്വാസികളും നമ്മൾ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും മാത്രം മതി ക്യാമ്പസിൽ എന്ന് നാളെ ഞാൻ പറയട്ടെ സാറേ, കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ ആ ഒരു തത്വചിന്തയുടെ മാത്രം സമഗ്രാധിപത്യം, നമ്മൾ വാണാ മതി, നമ്മളുടെ കൊടി മാത്രം ഉയർന്നാ മതി എന്ന് പറയുന്ന ഒരു ചിന്ത അത് ആര് നടത്തിയാലും തെറ്റാണ് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ കാണുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ABVP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? കേരളത്തിലേക്ക് അത് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. കേരളത്തിലേക്ക് ഉടനെ തന്നെ വരും. ഈ ആധിപത്യം ആർക്കാണ് സമഗ്രമായിട്ട് ആധിപത്യം ഉണ്ടാകുന്നത്? അവരൊക്കെ തന്നെ ഇതുപോലെ മോശപ്പെട്ട സഹിഷ്ണുതയില്ലാതെ മറ്റുള്ളവരോട് പെരുമാറിയിട്ടുണ്ട്. അല്ലാതെ വന്ന് നിങ്ങൾ എന്ത് ചെയ്തു പ്രവർത്തിച്ചോന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഇതുപോലെ തന്നെ നാളെ മുസ്ലിം ലീഗിന്റെ ഒരാളെ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ MSFന്റെ ഒരാളെ കാണിച്ചുകൊണ്ടോ KSUവിന്റെ ഒരാളെ കാണിച്ചുകൊണ്ടോ അയാൾ ഈ കേരളത്തിലെ ഏതെങ്കിലും കുട്ടികളെ ചരട് കുറിക്കാൻ വരുന്നു അല്ലെങ്കിൽ കുറി മായ്ച്ചിരിക്കുന്നു എന്ന് തെറ്റായ പ്രചരണം ഉണ്ടെങ്കിൽ ഞാൻ അതിനെയും എതിർക്കും എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞോട്ടെ. ഫാക്ട്സ് ആയിരിക്കണം. ഇത് സിനിമയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചേക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, രണ്ടും ഒന്നിച്ചു പോകണം എന്നുള്ളതാണ്. അല്ല, രണ്ടും ഒന്നിച്ചു പോയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഇല്ലാത്തൊരു സംഭവത്തിന്റെ പേരിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് സിനിമ. സമഗ്രാധിപത്യം ഇല്ലാതാവട്ടെ. അല്ല, സമഗ്രാധിപത്യം ഒന്നിലും ഇല്ലാതാവട്ടെ, ശരിക്കും ഇന്ത്യയിലും ഇല്ലാതാവട്ടെ എന്നുള്ളതാണ്. ക്യാമ്പസുകളിലും ഉണ്ടാവാം. അല്ല, ഇന്ത്യയിലും ഇല്ലാതാവട്ടെ. കേരളത്തിലെ ക്യാമ്പസുകളിൽ അല്ലെ, എനിക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ മാത്രമല്ല, എനിക്ക് നമ്മുടെ പൊതുജീവിതത്തിൽ ഒന്നും അങ്ങനെ ഒരു സമഗ്രാധിപത്യം ഇല്ലാതിരിക്കട്ടെ എന്നാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ മൊത്തത്തിൽ സമഗ്രാധിപത്യം ഇല്ലാതാവട്ടെ. ഒപ്പം കേരളത്തിലെ കോളേജുകളിൽ SFIയുടെ സമഗ്രാധിപത്യം ഇല്ലാതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേരളത്തിലെ കോളേജുകൾ മാത്രം എന്നുള്ളൊരു അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ മരണങ്ങളില്ലാത്ത അത് തീർച്ചയായിട്ടും ആ മരണങ്ങളില്ലാത്ത IITകളും മരണങ്ങളില്ലാത്ത IIMകളും മരണങ്ങളും ഈ പറഞ്ഞ പോലെ സമഗ്രാധിപത്യവും ഇല്ലാത്ത ഒരു ഇന്ത്യയും ഉണ്ടാകട്ടെ.
ഏതെങ്കിലും ആളുകളെ കാശ് കൊടുത്തും ഭീഷണിപ്പെടുത്തിയും പാർട്ടി മാറുന്ന ലെവലും ഇന്ത്യയിൽ ഇല്ലാതിരിക്കട്ടെ.